ചുമയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒന്നോ രണ്ടോ തുളസിയുടെ തണ്ടെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇതൊരു 2-3 എടുക്കാം കേട്ടോ. പിന്നെ ഈ ഇലയെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ കൂടെ നമുക്കൊരു 2-3 കുരുമുളക് ഇടാം. അപ്പോൾ കുരുമുളക് നമുക്ക് ഒരുപാടൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുരുമുളകൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി കേട്ടോ. ഇതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കാം. ഇഞ്ചിയുടെ നീര് നമുക്ക് ഇതുപോലെ വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ നമുക്കൊന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇഞ്ചിയുടെ നീര് നമ്മൾ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ മുമ്പ് വാട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഇലയുണ്ടല്ലോ, പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും വാട്ടി അതിൻ്റെ നീര് കൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പനിക്കൂർക്കയുടെ ഇല നമുക്ക് കുട്ടികൾക്ക് അത് ഇതുപോലെ ചുമയൊക്കെ വരുവാണെങ്കിൽ തന്നെ വാട്ടി കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഇതുപോലെ തന്നെ പിഞ്ചളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രിയിലുണ്ടാകുന്ന കുത്തുള്ള ചുമയ്ക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഇത്.